കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അതെന്ത് വ്രതം? ഈ പൂജ കഴിഞ്ഞ ശേഷം പൂജാമുറിന്ന് വ്രതസങ്കല്പെടുത്തത് വായിച്ച ശേഷം വെറ്റിലേം പാക്കും വാങ്ങി 5 തെരുവുകൾ ചുറ്റി ഓരോരോ വീടുകളിലായി വെറ്റിലേം പാക്കും കൊടുക്കണം. ഓ, ഒരു പ്രാവശ്യം പോയ തെരുവില് വീണ്ടും വീണ്ടും പോകാൻ പാടില്ല. പിന്നെ തിരിഞ്ഞു നോക്കാനും പാടില്ല. വീട്ടില് തിരിച്ചെത്തുന്നവരെ സംസാരിക്കരുത്. ഇതാ വാതിൽപ്പടി ഗൗരി വ്രതം. ഇതുപോലുള്ള വ്രതങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടേ ഇല്ല ഏട്ടത്തി. എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് അമ്മ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചിരുന്നു അബി. ഇപ്പൊ വസുവിനെയും കാർത്തികയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. നിനക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്യാലോ ഭവനെ. എന്തിനാ? ഏട്ടന് പാദപൂജ ചെയ്യാൻ വേണ്ടിട്ടാണോ? ഓ, വ്രതം കഴിഞ്ഞ ശേഷം പതിവ്രതയായവര് നമ്മുടെ പാദവും കഴുകും അല്ലേ? അതേടാ, എല്ലാം ചെയ്തു തരും. നീ ആദ്യം ജോഗിങ്ങിന് പോയിട്ട് വാ. പോയിട്ട് വാടാ മോളെ, ഒന്ന് വേഗം ചെയ്തു തീർക്ക്. അമ്മായി എത്താൻ നേരായി. ഈ വ്രതം ഇത്തിരി നല്ല കാര്യത്തിനുള്ളതാണെന്ന് തോന്നല്ലോ. എങ്ങനെയെങ്കിലും വസുവിന്റെ വ്രതം മുടക്കി ഏട്ടത്തിയുടെ വഴക്ക് വാങ്ങിച്ചു കൊടുക്കണം. ഇന്ന് തണുപ്പ് കുറച്ച് കൂടുതലല്ലടാകില്ലേ? അതെ ഏട്ടാ, നല്ല മഞ്ഞ അല്ലേ? ഡിസംബർ മാസമല്ലേ, തണുപ്പ് കൂടുതലായിരിക്കും. പാവം അല്ലേ? എന്താടാ പാവം? പനിക്കാലത്ത് പനി ഇല്ലെങ്കിലേ പാവമുള്ളൂ. പാവം എന്ന് പറഞ്ഞ മഞ്ഞിനെ പറ്റിയല്ല ഏട്ടാ, വീട്ടിലിരിക്കുന്ന ലേഡീസിനെ പറ്റിയാ. ഈ തണുപ്പത്ത് അതിരാവിലെ എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ കുളിച്ച് വ്രതം എടുക്കല്ലേ നമുക്ക് വേണ്ടി. ഓ, ഇന്ന് നിന്റെ ഭാര്യ കുറച്ച് നേരത്തെ എണീറ്റുണ്ട്. ഭയങ്കര വിഷമമല്ലേ നിനക്ക്? ഇത്രയും നാള് നിന്റെ അമ്മ, ഏട്ടത്തി, വസു മാത്രമല്ലേ കഷ്ടപ്പെട്ടിട്ടുള്ളൂ. എന്നാലും ഇത്രയും കഷ്ടപ്പെട്ട് ഈ വ്രതവും പൂജയൊക്കെ ചെയ്യുന്നത് എന്തിനാ ഏട്ടാ? പൂജ ചെയ്യുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കില്ല. അത് അവര് സന്തോഷത്തോടെ ചെയ്യും. നമ്മൾ എങ്ങനെയാണോ ഒരു ഈവന്റ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആവുന്നത്, അതുപോലെ തന്നെയാണ് സ്ത്രീകളും പൂജയും വ്രതങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായിട്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലിയും സ്ത്രീകൾ ചെയ്യുന്ന ജോലിയും ഒന്നാണോടാ അബി? ഭക്തിയോടെ ദൈവപൂജ ചെയ്യുന്നത് അവരുടെ ജോലിയായി കാണുന്നു. ചെയ്യുന്ന ജോലി ദൈവമാണെന്ന് നമ്മളും കരുതുന്നു. മനസ്സിലായോ? നമ്മളൊക്കെ കാശിന് വേണ്ടി ജോലി ചെയ്യുന്നേ. സ്ത്രീകൾ എന്തിനു വേണ്ടിയായിരിക്കും പൂജ ചെയ്യുന്നത്? അതാടാ അങ്ങനെ ചോദിച്ചേ. കുട്ടിയൊക്കെ വേണ്ടിയല്ലേ ചെയ്യുന്നേ? ഏട്ടന് കുഞ്ഞുങ്ങളൊക്കെ ആയതുകൊണ്ട് ഏട്ടത്തി ഇപ്പൊ വ്രതം ഒന്നും എടുക്കുന്നില്ലായിരിക്കും അല്ലേ? അതേടാ, ഞങ്ങളുടെ സീസൺ കഴിഞ്ഞു. ഇനി വരുന്നത് നിന്റെ സീസണാ. പ്രൊഡക്ഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നേ? എന്നെക്കാളും മൂത്ത ആള് അഭിയേട്ടനല്ലേ? അപ്പൊ ഏട്ടനോട് ചോദിക്കേ. എന്താടാ പെട്ടെന്ന് നിന്നേ? നിങ്ങൾ അതുവഴി വെക്കോ, ഞാൻ ഇതിലെ വന്നോളാം. എന്തു പറ്റി ഏട്ടാ? എപ്പോഴും നമ്മൾ 3 പേരും ഒരുമിച്ചല്ലേ ജോഗിങ് ചെയ്യുന്നേ? ഇന്നു മുതൽ ഞാൻ നിങ്ങളോടൊപ്പം വരുന്നില്ലെന്ന് തീരുമാനിച്ചു. എന്താടാ അബി, ഞങ്ങളതിന് എന്ത് തെറ്റാ ചെയ്തേ? ഞാൻ എന്തിനാണ് രണ്ടാമത് വിവാഹം കഴിച്ചതെന്ന് നിങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ 3 കുട്ടികളുണ്ട്. കൂടുതൽ ആവശ്യമില്ല. അപ്പോ ഉണ്ണിക്കും അനുവിനും കീർത്തിക്കും തുണയായിട്ട് സ്റ്റോപ്പ് ഇറ്റ് അഗൈൻ. ലീവ് ഇറ്റ്. ഞാൻ വിവാഹം കഴിച്ചാലും നീയും കഴിക്കുമെന്ന് അന്ന് പറഞ്ഞുകൊണ്ടാ ഞാനും വിവാഹത്തിന് സമ്മതിച്ചത്.
ഞങ്ങളുടെ കല്യാണം കൊണ്ട് അനുവിനും കീർത്തിക്കും നല്ലൊരു അമ്മയെ കിട്ടി. അതുപോലെ ഉണ്ണിക്ക് ഞാനൊരു അച്ഛനുമായി. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യവും നടക്കില്ല. ആദ്യ ശ്രമത്തിൽ തന്നെ ഡിസപ്പോയിന്റ് ആവാതാകില്ലേ? എന്നുവെച്ചാ ഈ വിഷയത്തെ പറ്റിയും അബിയേട്ടനോട് വീണ്ടും വീണ്ടും ചോദിക്കണമെന്നാ? നമ്മൾ ശ്രമിക്കണോടാ. നീ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ അവൻ ചെയ്തു. നിനക്കും കുട്ടികൾ വേണ്ടെന്ന് പറ, അവൻ തീരുമാനം മാറ്റും. ആ ഇന്ന് എന്തു പറ്റി? വേറെ മൂഡിലാണല്ലോ. ഇല്ലടാ, ഞാൻ എപ്പോഴുള്ള പോലെ തന്നെ. അബിയേട്ടൻ ഇന്ന് എനിക്ക് വഴക്ക് വാങ്ങി തരാതെ ഏട്ടന് നേരിട്ട് തന്നെ അങ്ങ് ചോദിച്ചാ പോരായിരുന്നോ? അത് അനിയന്റേന്ന് വഴക്ക് കേൾക്കുന്നത് ചേട്ടനായി എനിക്കത്ര നല്ലതല്ലല്ലോ. സത്യം പറഞ്ഞ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ചീത്ത വിളിക്കാനാ തോന്നുന്നു. സമാധാനിക്ക്. നീയും എനിക്ക് അനിയനല്ലേ, നീയും എന്നെ വഴക്ക് പറയരുത്. ഈയിടെയായിട്ട് ഏട്ടന് കണക്കിന്റെ കൂടെ കുറച്ച് ബുദ്ധി കൂടി കൂടിയിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ലടാ, നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോവാം. കാർത്തിക നിന്റെ കാല് കഴുകി ആ വെള്ളം നിന്റെ തലയിലേക്ക് ഒഴിക്കും. തല കുനിച്ച് താലി കെട്ടുന്ന പുരുഷന് മുമ്പിൽ സ്ത്രീകൾ തലകുനിക്കുന്ന അപൂർവ നിമിഷമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്. വാടാ വാ. ഭാവനെ, ആദ്യം ഇവരോട് വ്രതത്തെ പറ്റി വ്യക്തമായി പറഞ്ഞു കൊടുക്ക്. ആ ശരി അമ്മേ. ഗൗരി ദേവി എന്ന് വെച്ച പാർവതി ദേവി. പാർവതി ദേവി ശക്തി സ്വരൂപിണിയാ. എല്ലാ ഗ്രാമദേവതകൾക്കും ആദ്യ ദേവത. നമ്മളെപ്പോലുള്ള സ്ത്രീകൾ മുഖത്ത് തേക്കുന്ന മഞ്ഞളിലും നെറ്റിയിലിടാറുള്ള കുങ്കുമത്തിലും കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന താലിയിലും കയ്യിലിടാറുള്ള കുപ്പിവളകളിലും കാലിൽ അണിയുന്ന കൊലുസുകളിലും നമ്മളൊക്കെ കാലിൽ അണിയുന്ന മിഞ്ചിയിലും ആദിദേവത നിക്ഷിപ്തമായി കൂടെയുണ്ട്. എന്റെ ശരീരത്തിൽ ഇതൊന്നും ഇല്ലല്ലോ. അപ്പോ എന്നിൽ പാർവതി ദേവി ഇല്ലേ? എങ്ങനെ ഉണ്ടാവാനാ? ഞാനൊരു പെൺശകുനിയാണല്ലോ. ആ ദേവിയെ പൂർണ്ണ ഭക്തിയോടെ പൂജ ചെയ്ത് വ്രതം എടുത്താല് പെൺകുട്ടികൾക്ക് വേഗം കല്യാണം നടക്കും. സന്താന ഭാഗ്യമില്ലാത്ത സ്ത്രീകൾക്ക് പോലും കുഞ്ഞുങ്ങളുണ്ടാകും. മറ്റുള്ള ദമ്പതികൾക്ക് എല്ലാ സുഖസന്തോഷങ്ങളും ലഭിക്കും. അപ്പൊ എനിക്ക് വീണ്ടും കല്യാണം നടക്കുവോ? ഇനി എവിടെ നടക്കാനാ? കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടെങ്കിലും അത് നടത്തിത്തരാനുള്ള ആഗ്രഹം ഇവർക്കില്ലല്ലോ. ഇനി വ്രതം എങ്ങനെ എടുക്കേണ്ടെന്ന് പറയാം. ആദ്യം മുന്നിലുള്ള മഞ്ഞളെടുത്ത് അതിൽ ഗൗരി ദേവി ഉണ്ടാക്കണം. അതിൽ കുങ്കുമം തൊട്ടിട്ട് ഗൗരി ദേവിയെ വെറ്റിലയിലിരുത്തണം. വസു, പൂവെടുത്ത് നീ പൂജ ചെയ്യ. ഇപ്പൊ ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് തേങ്ങ ഉടച്ച് പൂജ ചെയ്യണം.
ഇനി ഗൗരി ദേവിയുടെ വ്രത കഥകൾ വായിക്കണം. അമ്മേ, കുട്ടികൾ ഉറങ്ങാൻ വേണ്ടി കഥ പറഞ്ഞു കൊടുക്കും. നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന് എന്നെ എണീപ്പിച്ച് ഇവരുടെ കഥ പറയാണല്ലോ. ഇതിനൊക്കെ എപ്പോ ഒരു തീരുമാനം ഉണ്ടാവോ എന്തോ. ഇനി ദീപാരാധന ചെയ്യാം. വസു, കാർത്തികേ, ഈ നിമിഷം മുതല് നിങ്ങൾക്ക് മൗനവ്രതമാണ്. രണ്ടുപേരും തിരിഞ്ഞു നോക്കാതെ, ഒരു തവണ പോയ വീട്ടിൽ രണ്ടാമത് പോകാതെ 5 തെരുവുകളിൽ പോയി സുമംഗലികൾക്ക് വെറ്റിലേം പാക്കും നൽകി അവരുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരണം. പിന്നെ മഞ്ഞൾ കുങ്കുമൊക്കെ കൊടുത്തിട്ട് ദേവി അനുഗ്രഹം വാങ്ങിയിട്ട് പിന്നീട് മൗനവ്രതം അവസാനിപ്പിക്കാം. പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ? ഭാവനെ, 2 പേർക്കും വെറ്റിലപ്പാക്ക് റെഡിയാക്കി കൊടുക്ക്. അഥവാ മറന്നുപോയാ അവരെ തിരിച്ചു വരേണ്ടി വരും. അവരുടെ വ്രതം മുറിഞ്ഞു പോകും. ആ ശരിയമ്മേ, ഞാൻ ശ്രദ്ധിച്ചോളാം. വേഗം തന്നെ ചെയ്തേക്ക്. എടി കാർത്തികേ, വസുവിന്റെ വ്രതം മുടങ്ങി നിനക്ക് ഫലം കിട്ടുന്ന രീതിയിൽ ഞാനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർക്ക് എപ്പോഴും ഇത് തന്നെ പണി. എന്താടി, എനിക്ക് ഇതാണോ പണിയെന്നാണോ ആലോചിച്ചത്? എന്നാ ഞാൻ പറയുന്നില്ല പോ. എനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റില്ല. നീ എങ്ങനെയെങ്കിലും 5 തെരുവ് ചുറ്റി തീരുന്നതിനിടയ്ക്ക് ആ വസുവിനെ സംസാരിപ്പിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. ഊമയെ പോലെ തലയാട്ടാതെ വാ തുറന്ന് എന്തെങ്കിലും പറ. സോറി, നിന്റെ വ്രതം ഞാൻ തെറ്റിക്കുന്ന തോന്നുന്നേ. ശരി, ചെല്ലി. അവർക്ക് സംശയമുണ്ടെന്ന് തോന്നുന്നു. ചെല്ലി പോയി അവിടെ പോയി. ഗുഡ് മോർണിംഗ് അമ്മ. ഗുഡ് മോർണിംഗ്. എന്താ എന്റെ അടുത്ത് സംസാരിക്കില്ലേ അമ്മ? എനിക്കിപ്പോ സംസാരിക്കാൻ പാടില്ല. ശരിക്കും സംസാരിക്കില്ലേ? ഇന്നലെ അതിന് കോംപ്രമൈസ് ആയതല്ലേ? ആയല്ലോ, പക്ഷെ സംസാരിക്കാൻ പാടില്ല. എന്നാലും അമ്മ സംസാരിക്കില്ലേ? വ്രതം കഴിഞ്ഞതിന് ശേഷം നിന്നോട് സംസാരിക്കാം. അപ്പൊ എന്നെ ഒരിക്കലും സംസാരിക്കില്ലേ? അമ്മയ്ക്കപ്പൊ എന്റെ അടുത്ത് സംസാരിക്കുന്നത് വലിയ തലവേദനയായോ? ഇപ്പോ എനിക്ക്
പൂജ ചെയ്യാനുണ്ട് ഉണ്ണി. ഓ, എന്റെ അടുത്ത് നീ സംസാരിക്കയില്ലെന്ന് ദൈവത്തിന്റെ അടുത്ത് അമ്മ പ്രോമിസ് ചെയ്തോ? എന്റെ അടുത്ത് അത്രയ്ക്ക് ദേഷ്യമുണ്ടോ? എന്നോട് ക്ഷമ ചോദിക്കാണോ? ഓക്കെ, എത്ര നാൾ അമ്മ എന്നോട് സംസാരിക്കാതിരിക്കുമെന്ന് നമുക്കൊന്ന് കാണാം. അമ്മ എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഞാനും അമ്മയോട് സംസാരിക്കില്ല. ഇത് ഈ ഉണ്ണിയുടെ വാക്കാണ്. എന്താ ഉണ്ണി, എന്താ വാക്ക് കൊടുക്കുന്നേ? ഒന്ന് നോക്ക് വല്യമ്മേ, ഈ അമ്മ എന്നോട് ഇപ്പൊ സംസാരിക്കുന്നേ ഇല്ല. നിന്റെ അടുത്ത് മാത്രമല്ല, കുറച്ചു നേരത്തേക്ക് നിന്റെ അമ്മയ്ക്ക് ആരടുത്തും മിണ്ടാൻ പറ്റില്ല. അതെന്താ? അമ്മമ്മ അമ്മയ്ക്ക് പണിഷ്മെന്റ് വല്ലതും കൊടുത്തോ? പണിഷ്മെന്റ് അല്ല ഉണ്ണി, നിന്റെ അമ്മ മൗനവ്രതത്തില. ഓ, വ്രതമാണല്ലേ. ഇത് ആദ്യമേ പറഞ്ഞ പോരായിരുന്നോ? ചുമ്മാ എന്തിനാ ഈ ആക്ഷൻ ഒക്കെ കാണിക്കുന്നത്? ഉണ്ണി, നിന്നെ ഞാൻ... എന്താ ഉണ്ണി, നിന്നെ ഞാനെന്നല്ലേ പറഞ്ഞത്? അടി വാങ്ങും എന്റെ. എന്നെ അടിക്കുമെന്നോ? ഈയിടെയായിട്ട് നിനക്ക് കുറുമ്പ് ഇത്തിരി കൂടുന്നുണ്ടുണ്ണി. ദിവസം തോറും എന്റെ കുറുമ്പ് കൂടുന്നെന്നാണോ? ചേച്ചി ഇത് നോക്ക് ചേച്ചി. ചേച്ചി ഇത് നോക്ക് ചേച്ചി. എന്നെ ദേഷ്യം പിടിപ്പിക്കണോ? നിന്നെ ഞാൻ... വസു 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 വസു, മതി മതി. വ്രതം എടുക്കുമ്പോ ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല. അങ്ങനെ പറഞ്ഞോട് വല്യമ്മേ. ഈ സമയത്ത് ഞാൻ അമ്മയോട് എന്തൊക്കെ തന്നെ പറഞ്ഞാലും അമ്മയ്ക്ക് മൂക്കിന്റെ തുമ്പത്ത് ദേഷ്യം വരുന്നത് വല്യമ്മേ. വാ അടച്ചു വെച്ചിട്ട് പോടാ. എന്താ അമ്മ പറഞ്ഞത്? ഞാനിന്ന് വീട്ടിൽ തന്നെ ഉണ്ടാവണമെന്നോ? ഒന്ന് വേഗം സ്കൂളിലേക്ക് പോടാ. വീട്ടിൽ തന്നെ നിന്ന് കളിക്കാനോ? എടാ ഉണ്ണി, നിന്നെ ഞാൻ... അമ്മ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, പിന്നെ എങ്ങനെ ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്? ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് വളരെയധികം സന്തോഷത്തിൽ കളിക്കാം. കണ്ടില്ലേ ഇപ്പൊ ഞാൻ അമ്മ എങ്ങനെയാ ശല്യപ്പെടുത്തുന്നേന്ന്? ഇന്നലെ എന്നെ എന്തോരം വെറുപ്പിച്ചതാ. വസു വസു, നിർത്ത്. സംസാരിക്കരുത്. വ്രതം മുറിഞ്ഞു പോകും കേട്ടോ. കൺട്രോൾ ചെയ്യണം വസു. എന്താ ചേച്ചി പറയുന്നത്? ഉണ്ണി, അമ്മയെ കളിയാക്കിയതൊക്കെ മതി കേട്ടോ. പോയി റെഡിയാവ്, സ്കൂളിൽ പോകാനുള്ളതല്ലേ. അമ്മയല്ലേ എന്നോട് ഇപ്പൊ വീട്ടിൽ തന്നെ ഇരുന്ന് കളിച്ചോളാൻ പറഞ്ഞത്? നിന്റെ അമ്മയെ നീ കളിയാക്കിയതൊക്കെ മതി, വേഗം പോയി റെഡിയാക്. അങ്ങനെയാണോ അമ്മേ? ഞാനിപ്പോ സ്കൂളിലേക്ക് പോണോ? അതിനപ്പൊ ഞാൻ സ്കൂളിലായിരിക്കല്ലോ. അമ്മയ്ക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ എത്തിയോ അബി? അമ്മേ, വേഗം പോയി കുളിച്ച് റെഡിയായി വാ. ഇന്ന് കാർത്തിക പൗർണമിയാ, വീട്ടിൽ തന്നെ ഉണ്ടാവണം. ശരി അമ്മേ.
ഭാവനെ എല്ലാം റെഡിയായല്ലോ അല്ലേ? ആ ചെയ്തമ്മേ. വസുവും കാർത്തികയും ഒരു 5 മിനിറ്റിനകത്ത് പുറപ്പെടും. അവരോട് വേഗം വരാൻ പറയേ. അബിയും മറ്റുള്ളവരും വരും. അബി, എന്താ ഏട്ടത്തി? നീ മാത്രം എന്താ ഒറ്റയ്ക്ക് വന്നേ? ഏട്ടനും അഖിലും എവിടെയാ? അവരിപ്പോ എത്തിക്കോളൂ. അവരവിടെ വിട്ടിട്ട് നീ തനിയെ വന്നു അബി? അത് പിന്നെ ഏട്ടത്തി. എന്താ അബി ഇത്? നിന്നെ വിശ്വസിച്ചല്ലേ ഏട്ടനെ നിന്റെ കൂടെ ഞാൻ ജോഗിങ്ങിന് വിട്ടത്. ഏട്ടൻ നിന്നെ പോലെയോ അഖിലിനെ പോലെയോ അല്ല. അത് എന്നെക്കാളും നിനക്ക് നന്നായിട്ട് അറിയാലോ. ഏട്ടത്തി, അത് കുറ്റം പറയാന്ന് വിചാരിക്കരുത്. ഏട്ടനെ ഭാസ്കർ എന്നല്ല വിളിക്കേണ്ടത്, കുഴി മടിയനെന്നാ വിളിക്കേണ്ടത്. എപ്പോ നോക്കിയാലും ഒരു സ്ഥലത്ത് ഇങ്ങനെ മിണ്ടാതിരിക്കും. അവിടെ നിന്ന് അനങ്ങ പോലും ഇല്ല. കണക്ക് നോക്കുന്നത് അങ്ങനെയാ. അനുവും കീർത്തി ഉണ്ണിയും ചെയ്യുന്നതിനേക്കാൾ ലേറ്റ് ആയിട്ടാ ചെയ്യുന്നത്. എന്തിനാ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ പറയണ്ടേ അബി, ജോഗിങ്ങിന് പോയെങ്കിലും ഷാർപ്പ് ആവട്ടെ എന്ന് വിചാരിച്ച നിന്റെ കൂടെ വിട്ടത്. നീയാണെങ്കിൽ വിട്ടിട്ട് വന്നു. നീ കൂടെ ഇല്ലാത്തോണ്ട് റോഡിൽ എവിടെയെങ്കിലും ഇരുന്ന് ഉറങ്ങുമായിരിക്കും. അല്ലെങ്കിൽ ഈ ആമ നടന്നു വരുന്ന പോലെ പതിയെ നടന്നു വരുമായിരിക്കും. ഏട്ടനേക്കാളും ഉറുമ്പ് വരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഏട്ടത്തി, നമുക്കിതൊക്കെ പിന്നെ സംസാരിക്കാം. ഇല്ല അബി, അമ്മയോടും അച്ഛനോടും ആണെങ്കിൽ ഏട്ടനെ കുറിച്ച് എനിക്കൊന്നും പറയാനും പറ്റില്ല. അറ്റ്ലീസ്റ്റ് നിന്നോടെങ്കിലും ഇതൊക്കെ പറഞ്ഞാ നീ പറഞ്ഞു മനസ്സിലാക്കില്ലേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്താ അബി, നീയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കില്ലേ? ഏട്ടൻ എല്ലാം കേട്ടോണ്ടിരിക്കുക. നിനക്ക് ചിരിയടക്കാൻ കഴിയുന്നില്ലല്ലടാ. ഇല്ല ഏട്ടാ. മതിയടാ, എനിക്കെല്ലാം മനസ്സിലായി. നീ നിന്റെ ചിരി നിർത്തിക്കോ. ഐ എം സോറി ഏട്ടാ. എന്താ എടുത്തി അങ്ങനെയൊക്കെ പറഞ്ഞേ? സത്യം ഇങ്ങനെ ഒന്നും നോക്കാതെ വിളിച്ചു പറയാമോ? ഏട്ടാ, ചൂടുവെള്ളം എടുത്തു വെക്കട്ടെ? എന്തിനാ? നീ എന്നെ കിണറ്റി തള്ളിയിട്ട് നിൽക്കുമല്ലേ? നമ്മുടെ വീട്ടില് കിണറും കുളമൊന്നും ഇല്ലല്ലോ ഏട്ടാ. എവിടെ ഉണ്ടെന്നൂടെ പറ, ഞാൻ പോയി ചാടിക്കോളാം. സോറി ഏട്ടാ. എന്തോന്ന് സോറി? എന്ത് സോറിന്ന്? ഞാൻ നിന്റെ കളിപ്പാവല്ലേ? ഞാൻ ആമയെ പോലെ എഴുതി നടക്കുവാന്നല്ലേ നീ പറഞ്ഞേക്കുന്നേ? ഉറുമ്പിന് എന്നെക്കാളും വേഗത കൂടുതലാണെന്നല്ലേ? ഞാൻ വഴി കിടന്നങ്ങ് ഉറങ്ങും പോലും. അപ്പൊ എന്നെ പറ്റിയുള്ള നിന്റെ ചിന്തയൊക്കെ ഇതായിരുന്നല്ലേ? അത് ഞാൻ തമാശക്ക് പറഞ്ഞതാ. എന്ത് തമാശ? എനിക്ക് നന്നായിട്ട് അറിയാം, എല്ലാ ഭാര്യമാരും ഇങ്ങനെ തന്നെ. ഭർത്താവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിലയുമില്ല. ഞങ്ങളെ വെച്ച് തമാശ ഉണ്ടാക്കും, ആവശ്യമില്ലാതെ കുറ്റവും പറയും. സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളെ നാണം കെടുത്തും. ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. എന്നെ പോലുള്ളവരെ വിശ്വസിക്കാനേ പറ്റില്ല. നല്ല വിലയുള്ള സാരി വാങ്ങി തന്നാലും ആ സാരി തുമ്പി തന്നെ എന്നെ കെട്ടിയിടുന്ന ആളല്ലേ നീ? എന്റെ അനിയ നീ പറയുന്നൊക്കെ കേൾക്കുമെന്ന് കരുതി എന്നെ പറ്റി ഇങ്ങനെ കുറ്റം പറയാല്ലേ? അബിക്ക് ഏട്ടനോട് ഭയങ്കര ബഹുമാനോ? അവൻ എന്നോട് ബഹുമാനം കുറവൊന്നുമില്ല. പക്ഷേ ഇവൻ ഈ നിൽക്കുന്ന ഇവനുണ്ടല്ലോ, ഇവന്റെ മുമ്പിൽ എന്റെ മാനം പോയത്. ഇവനല്ലെങ്കിൽ എന്നെ ഒരു ബഹുമാനമില്ല.